ചിങ്കത്. അപ്പോൾ ആർ യു ഷുവറിൻ്റെ 4ാമത്തെ എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷൻ തുടങ്ങിയാലോ. ഈ 4ാമത്തെ എപ്പിസോഡ് 3ാമത്തെ എപ്പിസോഡിൻ്റെ ആ ബാക്കിയായിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ 3ാമത്തെ എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷൻ കാണാത്തവർ അത് കണ്ടിട്ട് വരണേ. അപ്പോൾ 3ാമത്തെ എപ്പിസോഡിൻ്റെ ലാസ്റ്റിൽ അവർ ആ സ്നോ സ്കേറ്റിങ്ങിന് പോയ ആ ഒരു സമയമായിരുന്നു കേട്ടോ. അപ്പോൾ 4ാമത്തേൽ തുടങ്ങണത് എങ്ങനെയെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് അവരെ റൂമിൽ വന്ന ആ ഒരു സംഭവമാണ് കാണിക്കുന്നത്. അവിടെ വന്നിട്ട് അവർ ഫ്രഷായിട്ട് ഒരു ഗെയിം കളിക്കാനിരിക്കുകയാണ്. അതായത് നമ്മൾ സ്റ്റാഫ് അവരെ പിടിച്ചിട്ട് ഗെയിം കളിക്കാൻ ഇരുത്തിക്കുകയാണെന്ന് പറയുന്നതാണ് സത്യം. എന്നിട്ട് പിന്നെ സ്റ്റാഫ് രണ്ടിനെയും കൂടെ സെലിബ്രിറ്റി ഗസ്സിങ്, ക്യാപിറ്റൽ ക്വസ്റ്റ്യൻ ഗെയിം, റോക്ക് പേപ്പർ സീസേഴ്സ് എല്ലാം കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് കളിപ്പിക്കണം എന്തിനാണെന്ന് ചോദിച്ചാൽ ആരാണ് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഫുഡ് വാങ്ങിക്കുക, അതായത് ഇവർ രണ്ടാളാണോ അതോ സ്റ്റാഫാണോ, എന്തായാലും ഗെയിം കളിച്ച അവസാനം രണ്ടും കൂടി തോൽവി സമ്മതിച്ചിട്ട് ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവരെ കയ്യിലുള്ള അലവൻസ് വെച്ചിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അന്ന് നൈറ്റ് എന്താ കുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനുള്ള സാധനങ്ങൾ കയ്യിലുള്ള ഫ്രാങ്ക്സ് വെച്ചിട്ട് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 68 ഫ്രാങ്ക്സ് അവർക്ക് അവിടെ ചിലവാകുന്നുണ്ട്. ഇനി ഈ ഒരു ഷോപ്പിങ്ങിനിടയ്ക്ക് ഷോപ്പിംഗ് ചെയ്ത് കുഴങ്ങിയെന്ന് ജിമിൻഷി പറഞ്ഞിട്ട് കിംപാപ്പ് വാങ്ങിച്ചിട്ട് രണ്ടും കൂടി ആ റോഡ് സൈഡിൽ ഒരു ബെഞ്ചിൽ ഇരുന്നിട്ട് കഴിക്കണ്ടേ. തിരിച്ച് റൂമിൽ വന്ന് നമ്മുടെ കുക്കി ഡയറക്റ്റ് കുക്കിംഗ് ആരംഭിക്കുകയാണ്. ഈ സമയം നമ്മുടെ ജിമിൻഷി ചോറുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതെങ്ങനെയാണെന്ന് നോക്കി പഠിക്കണമൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുക്കി റെസ്റ്റ് എടുക്കുമ്പോൾ ജിമിൻഷി വന്നിട്ട് വെളുത്തുള്ളി പൊളിക്കുന്നുണ്ട്. ആ സമയത്ത് ജിമിൻഷി ആർമീസ് ഇപ്പം ഇതൊക്കെയല്ലേ വിചാരിക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ കൂക്കി റെസ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് കൂക്കിൻ്റെ കുക്കിംഗ് ടൈം ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാളും കൂടി അങ്ങോട്ട് ഒരു കുക്കിംഗ് പരേഡ് തന്നെയായിരുന്നു എന്ന് പറയാലോ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജിമിൻഷി ഇത്രയൊക്കെ കുക്ക് ചെയ്യണ കൂക്കിക്ക് ഒരു സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് അവിടെ സ്റ്റാഫ് പൊട്ടറ്റ്, അതായത് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുക. ജിമിൻഷി അത് കൂക്കിക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം വെറും പൊട്ടിത്തെറിക്കലാവും. പിന്നീട് അങ്ങോട്ട് അവിടെ യുദ്ധക്കളാണ് ഇത് പൊട്ടിത്തെറിച്ചിട്ട്. എങ്ങനെയാലും ജിമിൻഷി ഇത് ലാസ്റ്റ് ഉണ്ടാക്കിയിട്ട് കൂക്കിക്ക് തിന്നാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ പറയണ്ടല്ലോ, ഫുഡ് കണ്ട രണ്ടാളും ഫ്ലാറ്റാണ്. രണ്ടും കൂടി നല്ലോണം ഫുഡ് എടുത്ത് കഴിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമുക്കും കൂടി ഒന്ന് കഴിക്കാൻ തോന്നുന്നു പറഞ്ഞില്ലേ. അത്രയും ടേസ്റ്റ് ഉണ്ട് ആ ഫുഡിന് നമുക്ക് തോന്നിപ്പോവും. അല്ല തോന്നല്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. അത് നമുക്ക് കഴിക്കണ കാണുമ്പോൾ തന്നെ അറിയാം. ഇത് കഴിഞ്ഞ് പിന്നെ രണ്ടും കൂടെ വീണ്ടും ഗെയിം കളിക്കാനിരിക്കാൻ കേട്ടോ. ഇത്തവണ ലിറിക്സ് കേട്ടിട്ട് ആ ഒരു പാട്ടും അതിൻ്റെ ആർട്ടിസ്റ്റിനെയും ഗസ് ചെയ്യണം. ഇനി ഈ ലിറിക്സ് പാടിയിട്ടല്ല പറയണത് കേട്ടിട്ട് വേണം അവർ ഗസ് ചെയ്യാം കേട്ടോ. അങ്ങനെ പിന്നെ അത് ഗസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സ്റ്റാഫ് ഒരു സംഭവം, അതൊരു പെനാൽറ്റീൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇവർ ഈ ഒരു മിനിമലിസം കൺസെപ്റ്റ് വെച്ചിട്ടാണല്ലോ ഈ ഒരു ട്രിപ്പ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഡിജിറ്റൽ മിനിമലിസം കൊണ്ടുവരുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ രണ്ടിൻ്റെ ഫോൺ യൂസേജ് ഭയങ്കര കൂടുതലായിരുന്നു ട്രിപ്പ് തുടങ്ങിയ അവിടെ നിന്ന് അങ്ങോട്ട് ഇത് വരും. അത് കുറ്റം പറ്റില്ല, പട്ടാളത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിൽ ഫോണ് കണ്ട ആ ഒരു ആക്രാന്തം കാണിക്കുകയാണെന്ന് പറയാം. അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റാഫ് അത് കണ്ടുപിടിച്ചിട്ട് ഈ ഒരു ഫോണ് 2 മണിക്കൂറോളം സ്റ്റാഫ് പിടിച്ചു വെക്കുമെന്ന് പറഞ്ഞിട്ടൊരു പെനാൽറ്റി, അതേത് ടൈം വേണമെങ്കിലും സ്റ്റാഫ് പിടിച്ച് വെക്കാം എന്നുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഇതിന് രണ്ടും കൂടെ അങ്ങനെ പറയുന്നുണ്ട്. ജിമിൻഷിയാണ് പ്രത്യേകിച്ച് പറയുന്നത്, പട്ടാളത്തിൽ നിന്ന് വന്നിട്ടുള്ളൂ, അപ്പോൾ ഫോൺ യൂസ് ചെയ്യാൻ കിട്ടിയൊരു ടൈം ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് കുറേ കച്ചറ ഉണ്ടാക്കണ്ടേ. ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നെയും ഗെയിം കളിച്ചിട്ട് രാവിലെ എപ്പോഴാണ് എണിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നുണ്ട്. കുറേ കളിച്ച് ഒരു 9 മണി വരെയൊക്കെ പാവങ്ങൾ എത്തിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടും കൂടി രാത്രി അവിടെ സ്റ്റാർ ഗേസിങ് ചെയ്യാൻ പോകുന്നുണ്ട്. അതായത് നമ്മളെ നക്ഷത്രം കാണാൻ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ജിമിൻഷീൻ്റെ ഐഡിയ ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ അവിടെ പോയിട്ട് അവിടുന്ന് ഒരു ഷൂട്ടിംഗ് സ്റ്റാറൊക്കെ ഇവർ കാണുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു പൂച്ച വരുന്നുണ്ട്. ഈ പൂച്ച ജിമിൻഷീനെ കണ്ടതും ജിമിൻഷീൻ്റെ അടുത്തേക്കാണ് പോകും. അപ്പോൾ കുക്കി പറയുന്നുണ്ട് ജിമിൻഷിക്ക് ഇത് അലർജി ആണല്ലോ. അത് പറയുമ്പോൾ ജിമിൻഷി പറയും സാറില്ല, ഞാൻ അത് കഴിഞ്ഞിട്ട് അത് കൈ ക്ലിയർ ആക്കിക്കൊണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിമിൻഷി പറയുന്നുണ്ട് എനിക്ക് പൂച്ചേനെ അലർജി ആണെങ്കിലും എന്നെ കണ്ട പൂച്ച പെട്ടെന്ന് എൻ്റെ കയ്യിലേക്ക് വരും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ കുക്കി പറയുന്നുണ്ട് ശരിയാണ്, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ അങ്ങനെ, പ്രത്യേകിച്ച് ഇങ്ങനത്തെയൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യമൊക്കെ അവിടെ ഇരുന്നവർ ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ നക്ഷത്രം കാണുന്നുണ്ട്. പിന്നെ എന്തായാലും ലാസ്റ്റ് അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു റോക്ക് പേപ്പറും കൂടി കളിച്ചിട്ട് ഇവരെ എണീക്കാനുള്ള സമയം ഒരു 10 മണി വരെ ആക്കിയിട്ട് ഇവർ സ്റ്റാഫിനോടൊക്കെ പറഞ്ഞിട്ട് എത്തിക്കുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസം കൃത്യം 10 മണിയായപ്പോഴത്തേക്ക് സ്റ്റാഫ് അവരെ വന്ന് എണീപ്പിക്കുന്നുണ്ട്. എണീപ്പിച്ചാൽ പിന്നെ പറയണ്ടല്ലോ, നേരെ ബ്രേക്ക്ഫാസ്റ്റ്. അവിടെ നിന്ന് ജിമിൻഷീൻ്റെ വക സ്പെഷ്യൽ എഗ് ഓംലെറ്റ് നമ്മുടെ കുക്കിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അവിടുന്ന് പിന്നെ രണ്ടും കൂടി പെട്ടി കിടക്കൊക്കെ എടുത്തിട്ട് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഉദ്ദേശമാക്കി പോവുകയാണ്. പിന്നെ അവിടെ നിന്നാണ് അവർക്ക് ടാസ്ക് തുടങ്ങുന്നത്. എവിടുന്ന്? ട്രെയിനിൽ നിന്ന്. അതായത് സ്റ്റാഫ് പറയാണ് ഇവർ നെക്സ്റ്റ് പോണ ഡെസ്റ്റിനേഷൻ എവിടെയാണ്, എങ്ങനെയൊക്കെയാണ് പോകേണ്ടത് എന്നുള്ളത് ഇവരെന്നെ കണ്ടുപിടിക്കണം. അതും പോരാഞ്ഞിട്ട് ഒപ്പമുള്ള സ്റ്റാഫിനെയും ഇവരെന്നെ കൊണ്ടുപോകണമെന്ന്. ഇത് കേൾക്കുമ്പം നമ്മുടെ കുക്കി എന്ത് ചെയ്യും? സ്റ്റാഫും എല്ലാവരും ഇവിടെ എല്ലാവരും അഡൾട്ട് ആയതല്ലേ, അപ്പോൾ അതായത് സ്വയം എല്ലാവർക്കും
എവിടെ പോകേണ്ടതെന്നൊക്കെ അറിയാലോ. അപ്പോൾ വഴിയിൽ ഇട്ട് പോയാലൊക്കെ അവർക്ക് വഴി കണ്ടെത്തി വരാൻ അറിയണ ഒരു പ്രായമല്ലേ. അതുകൊണ്ട് ആ ഒരു കാര്യം പറഞ്ഞിട്ട് കൂക്കി ഇവരെ കൈയൊഴിയാണ്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ആദ്യം ഒരു ട്രെയിൻ കയറി ഇവർ രണ്ടാമതൊരു ട്രെയിൻ കയറുന്നുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ അവർ ആ ഒരു ട്രെയിനിൻ്റെ പാലത്തിന് എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് അവിടുന്ന് പിന്നെ ഇവിടെ ഇറങ്ങിയിട്ട് കപ്പലിൽ വേണം അവർ ഡെസ്റ്റിനേഷനിലേക്ക് പോവേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് കപ്പൽ റൂട്ട് എടുക്കണം. അതിൻ്റെ ഇടയിൽ കൂടി ഫുഡ് കഴിക്കലൊക്കെ മുറയ്ക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവർ കപ്പലിൽ പോവുകയാണ്. ഈ കപ്പലിൽ പോകുമ്പോൾ അവിടുത്തെ ആ ഒരു കാഴ്ച കണ്ടിട്ട് അതിനെക്കുറിച്ചൊക്കെ കുറേ പറയുന്നുണ്ട്. പിന്നെ അവിടെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ കപ്പലിൻ്റെ ഉള്ളിൽ. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പുറത്ത് പോയിരിക്കുന്നുണ്ട്. മേലെ കുറച്ച് നേരം നിന്നുകൊണ്ട് താഴെ വന്ന് കൂക്കി കുറച്ച് നേരം ഉറങ്ങുന്നുണ്ട്. ജിമിൻഷി എപ്പോഴും ഉറങ്ങണമൊന്നുമില്ല. പിന്നെ രണ്ടാളും കൂടി പുറത്തിരുന്ന് കാണുകയാണ്. അപ്പോൾ പുറത്തിരുന്ന് ഇങ്ങനെ പോണവർക്ക് ഒരു കുട്ടിക്ക് ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് ജിമിൻഷി. അത് കഴിഞ്ഞിട്ട് ഇവർ ഒരു ഡോഗിനെ കാണുക, ഒരു റിട്രീവർ ഡോഗിനെ കാണുകയാണ്. അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഈ റിട്രീവർ ഭയങ്കര ബുദ്ധിയാണ് ഈ ഡോഗിന്, പക്ഷേ ചില സമയം ഒരു പൊട്ടനെ പോലെയാണത്, അത് നമ്മളെ നംജുനേട്ടനെ പോലെയാണ് എന്നുള്ളത് ഇവർ രണ്ടാളും കൂടി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ 1.5 മണിക്കൂർ മുന്നേ എത്തേണ്ട സ്ഥലത്ത് ഈ ഒരു കപ്പലിലൊക്കെ കയറി വളഞ്ഞ മൂക്ക് ചുറ്റിയിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് എത്തുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കാറിലാണ് പോണത്. ഈ പോണ വഴിക്ക് നല്ല സീനറി ആയിരുന്നു കേട്ടോ. അതിനെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. അതിനിടയിൽ കൂടെ മഴ പെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അവരവരെ റൂമിലെത്തുകയാണ്. അപ്പോൾ റൂമും സംഭവങ്ങളൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കമ്പാരിറ്റീവ്ലി ആദ്യത്തെ സ്ഥലത്തേക്കാളും കുറച്ച് ഉയരം കമ്മിയിലാണ് ആ റൂമൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ അവർ ഫ്രഷ് ആവാൻ പോണതിനനുസരിച്ചിട്ട് ഈ ഒരു എപ്പിസോഡ് അവിടെ തീരുകയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് എപ്പിസോഡായിട്ട് കാണുന്നവരെ ബൈ ബൈ ചിങ്കുത്.